തുടരുന്നത് ശരിയാണോ? ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന സമയത്ത് തന്നെ ഒരു പരാതിയും വരുന്നതിന് മുമ്പേ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത തരത്തിലൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇത് മാറ്റിക്കൊടുക്കുക, അവർ പറയുന്നു. കോൺഗ്രസ് പാർട്ടി രേഖാമൂലം പാർട്ടിക്ക് ഒരു പരാതിയും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും ശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അത് ഒരാക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ പ്രത്യേകിച്ച് നിലവിൽ പല ആക്ഷേപങ്ങളും നിൽക്കുന്ന കാലത്തും എടുക്കാത്തൊരു സമീപനം അതിനെ സംബന്ധിച്ച് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. അതിന്റെ ശേഷമാണ് രേഖാമൂലം ഒരു പരാതി പോലീസിന്റെ നടപടികൾക്കായി സമർപ്പിക്കപ്പെട്ടതും പോലീസ് നടപടികൾ ആരംഭിച്ചതും. അപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം നിയമപരമായി അക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല, നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതിനുശേഷം പാർട്ടിക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിക്ക് ലഭിച്ച പരാതിയും പാർട്ടി അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല. DGPക്ക് ആ പരാതി KPCC പ്രസിഡന്റ് തന്നെ ഫോർവേഡ് ചെയ്തു. അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. ഇന്നും ഇന്നലെയൊക്കെയായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പാലക്കാട് നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ മറുപടി, അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. കോൺഗ്രസ് അത് ആലോചിച്ചു. അതിന് നേതൃത്വം KPCC പ്രസിഡന്റ് പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്തു, പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിച്ചു, ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചു. ആ ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കോൺഗ്രസ് എടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾക്കില്ല. പരിപൂർണമായി ഞാനൊരു പാർട്ടിക്കാരനാണ്. ഞാനതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ എടുത്ത നടപടികളിലൊന്നും അതിനൊരു തരത്തിലുമുള്ള വിഘാതം സൃഷ്ടിക്കുന്ന നിലപാടുകൾ ഞങ്ങൾ ആരും കൈക്കൊണ്ടിട്ടില്ല. പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ എടുക്കാത്ത നയവും സമീപനവും തീരുമാനവും അച്ചടക്ക നടപടിയും കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത് എന്ത് സാങ്കേതികത അതിന് പറഞ്ഞാലും അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി അടുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല. കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ്, സൗഹൃദം തന്നെയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ, പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവർ വളർന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ആളുകളെ സംഘടനാപരമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട്. എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടിന്യൂറ്റി വരാൻ പറ്റുള്ളൂ. നാളെയാണെങ്കിലും KS യൂത്ത് കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നൊരു കാര്യത്തിന് സംശയം വേണ്ട. പക്ഷെ വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു സംഘടനാ പ്രവർത്തനത്തെയാണ്, ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിന്റെ പേരിലുള്ള മറ്റ് അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തത്. ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു വരുന്ന തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇന്റർവ്യൂവിൽ പറഞ്ഞു, ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസ്. അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഓർഗനൈസേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം. പിന്നെ ഇങ്ങനെ ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇങ്ങനെ ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികളോ നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളെ വഴിക്ക് വന്നിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അത്തരം ഒരു സാഹചര്യത്തിലൊന്നും അത് അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളത്. അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് വ്യക്തിപരമായ അത്തരം പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല, ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണയെ കൊടുത്തിട്ടുള്ളൂ.
അതാണ് പിന്നെ ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പം MLA സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് എടുക്കേണ്ട എനിക്ക് പരാതികളായിട്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ, പരാതികളായി ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം KPCക്കോ ഞങ്ങൾക്കോ അത്തരത്തിലൊരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട് കംപ്ലൈന്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഉയർത്തപ്പെട്ടിരുന്നില്ല. ഇനി എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെയൊന്നുമുള്ള നടപടികൾ ഇത്തരം കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുത്തിട്ടില്ല. കോൺഗ്രസ് ആസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എടുക്കാൻ കഴിയാവുന്നതിന്റെ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞു. ആ എടുത്ത പാർട്ടിയുടെ തീരുമാനത്തിന്റെ ഗ്രേസിനെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാത്ത നയത്തെ അതിനെ പരിപൂർണമായി അവഗണിക്കുന്ന തരത്തിൽ ഉള്ള വാർത്തകളാണ് പലപ്പോഴും ഡെവലപ്പ് ആവുന്നതും നിങ്ങൾ കൊടുക്കുന്നതും. ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പം അതിൽ ഇല്ല, ഞാൻ പറഞ്ഞില്ല. എനിക്കൊരു രേഖാമൂലം ഒരു പരാതി, ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള തരത്തിലേക്കുള്ള ഒരു പരാതിയുടെ പശ്ചാത്തലങ്ങളല്ല. എന്താണെങ്കിലും പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. പാർട്ടി എടുത്ത നടപടി എനിക്കും ബാധകമാണ്. പാർട്ടി എടുത്ത നടപടി എല്ലാവർക്കും ഒരുപോലെ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല. പൂർണ്ണമായും പാർട്ടി നടപടിക്കൊപ്പം എന്നതാണ് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു പരിധിവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഷാഫിയുടെ ആദ്യ പ്രതികരണം വരുന്നു എന്നത് കൂടി കാണാം. വ്യക്തിപരമായ ഒരു ആരെയും ചൂഴ്ന്നു നോക്കാനാകില്ല എന്നൊരു പരാമർശമാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനപ്പുറത്തെ ഒരു തള്ളിപ്പറച്ചിലും ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായി ചൂഴ്ന്നു നോക്കാനാകില്ല, രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയാണ് നൽകിയിട്ടുള്ളത്. ഈ കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ എന്ന നിലയിലുള്ള പരിചയമാണ്, അതിനപ്പുറത്തുള്ള പരിചയമല്ല രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉള്ളത് എന്നത് കൂടി ഷാഫി പറമ്പിൽ പറയുന്നു. ഓരോ വരുന്ന പുതിയ ആളുകളെയും എങ്ങനെയാണോ ഈ ഓർഗനൈസേഷനിലായിട്ട് പിന്തുണയ്ക്കുന്നത് ആ രീതിയിലുള്ള പിന്തുണയാണ് നൽകിയിട്ടുള്ളത് എന്നതാണ് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പറയുന്നത്. പാർട്ടി എടുത്ത തീരുമാനത്തിനൊപ്പമാണ് എന്നും ഷാഫി പറമ്പിൽ പറയുകയാണ്. അപ്പോൾ ഒരു പരിധിവരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാട് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു. ഇതുവരെ ഒരു നിലപാടും ഈ വിഷയത്തിൽ സ്വീകരിക്കാത്ത വ്യക്തി കൂടിയായിരുന്നു ഷാഫി പറമ്പിൽ എന്ന കാര്യം നമുക്കറിയാം. എന്തായാലും ഇന്ന് കോടതിയിൽ എല്ലാവിധത്തിലും തിരിച്ചടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരിട്ടത്. മുൻകൂർ ജാമ്യാപേക്ഷ അത് കോടതി തള്ളിയിരിക്കുകയാണ്. അറസ്റ്റ് ഒഴിവാക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നോട്ട് വെക്കാൻ നോക്കി. അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള നിയമപരമായ നീക്കവും ഇന്ന് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയെങ്കിലും അതിനൊക്കെ തിരിച്ചടിയേൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയതോടുകൂടി തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയിട്ടുണ്ട്. ജാമ്യാപേക്ഷയിൽ ഏതാണ്ട് 2.25 മണിക്കൂറോളം വിശദമായ വാദം 2 ദിവസങ്ങളിലായി കോടതി കേട്ടു. അതിനുശേഷമാണ് ഇത്തരമൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടന്നത്. ഇന്നലെ 1.25 മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്ന് പുതിയ തെളിവടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വാദം പൂർത്തിയാക്കിയത്. രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കൊണ്ടാണ് മുൻകൂർ ജാമ്യം കോടതി നിഷേധിച്ചത്. 2 ബലാത്സംഗ കേസുകളാണ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇന്ന് വാദം നടന്നപ്പോൾ പുതുതായി, അതായത് 2ാമത്തെ പരാതി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിനെ എതിർത്തും പ്രതിഭാഗം വാദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുൻകൂർ ജാമ്യാപേക്ഷ തടയാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണ് ഇത് എന്നതാണ് പ്രതിഭാഗം വാദിച്ചത്. ആരാണ് പരാതിക്കാരി എന്ന് പോലും അറിയില്ലല്ലോ, വ്യാജ പരാതിയാണ് എന്ന കാര്യങ്ങളൊക്കെ രാഹുലിന്റെ അഭിഭാഷകൻ ഈ കോടതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് വാദം നടന്നു. ഏതാണ്ട് 25 മിനിറ്റോളം വാദം നടന്നു. രാഹുലിനെതിരെ മറ്റൊരു തെളിവ് കൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കി. ഇരുവരും തമ്മിലുള്ള ഒരു ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇന്ന് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. പീഡനത്തിന് നിർബന്ധിച്ചുള്ള ഗർഭചിത്രത്തിനും തെളിവുണ്ട്. പീഡനം നടന്നതിനും ഗർഭചിത്രത്തിന് നിർബന്ധിച്ചതിനുമുള്ള തെളിവുണ്ടെന്ന് രാഹുൽ
രാഹുലും യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു എന്നതുമൊക്കെ പ്രോസിക്യൂഷൻ തെളിവായി തന്നെ കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു. നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് ഇത് പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി, ഗർഭധാരണത്തിന് ആവശ്യപ്പെട്ട ശേഷം നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി തുടങ്ങിയ കാര്യങ്ങളും പ്രോസിക്യൂഷൻ കോടതിയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു. അശാസ്ത്രീയ ഗർഭചിത്രം മൂലം യുവതിയുടെ ജീവൻ അപകടത്തിലായെന്ന ഡോക്ടറുടെ നിർണായക മൊഴിയും പ്രോസിക്യൂഷൻ ഹാജരാക്കി. പ്രതിക്ക് ജാമ്യം നൽകരുതെന്നും സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആവർത്തിച്ചേർപ്പെടുന്ന ആളാണ് എന്നത് ഈ രണ്ടാമത്തെ കേസിന്റെയൊക്കെ കൂടി കാര്യങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്നു. തെളിവ് നശിപ്പിക്കാൻ ഇടയുണ്ട് എന്ന സാഹചര്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുന്നു. രാഹുൽ ഒളിവിലാണെന്ന കാര്യവും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ഇന്ന് 8ാം ദിവസമാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നത്. ഈ സാഹചര്യമൊക്കെ കോടതിയുടെ ശ്രദ്ധയിലേക്ക് പ്രോസിക്യൂഷൻ കൊണ്ടുവരുന്നു. രാഹുൽ യുവതിയുടെ ഫ്ളാറ്റിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് രാഹുലിന്റെ സുഹൃത്തായ ജോബിയിൽ നിന്ന് ഗുളിക വാങ്ങേണ്ടി വന്നതെന്ന യുവതിയുടെ മൊഴി അത് കോടതിയിൽ എത്തുകയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധമെന്ന് വാദിച്ചിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ. മാത്രവുമല്ല സ്വമേധയാണ് ഗർഭചിത്രത്തിന് വിധേയമായത് എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളാറ്റിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഗുളിക കൊണ്ടുവരാൻ പെൺകുട്ടി ആവശ്യപ്പെടുന്ന ഓഡിയോ പ്രതിഭാഗം കോടതിയിൽ കൈമാറിയിരുന്നു. അത് ഈ സമ്മർദ്ദത്തിനെ തുടർന്നാണ്, ഈ ആത്മഹത്യാ ഭീഷണിയെ തുടർന്നാണ് എന്നതാണ് പ്രോസിക്യൂഷൻ കോടതിയെ ധരിപ്പിച്ചത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കോടതി വിശദമായി പരിശോധിച്ചു. അതേസമയം ഉഭയസമ്മർദ്ദപ്രകാരമായിരുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധം എന്നതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അഭിഭാഷകൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ. പരാതിക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യമാണ് അവർ പ്രധാനമായും വാദങ്ങളായി ഉയർത്തിയത്. ഈ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് പ്രോസിക്യൂഷന്റെ വാദമുണ്ടായിരുന്നത്. ഒരു പെൺകുട്ടി അവരുടെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. അവിടെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ സഹായം തേടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ പെൺകുട്ടി സമീപിക്കുന്നത്. ആ അവസരം, ആ പെൺകുട്ടിയുടെ സാഹചര്യം യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചൂഷണം ചെയ്യുകയാണ് ഉണ്ടായത് എന്നത് തെളിവുകളുടെ സഹായത്തോടുകൂടി പ്രോസിക്യൂഷൻ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ പരിഗണിച്ചതിന് ശേഷമാണ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത്. ആ ഒരു നിർണായക തീരുമാനം, നമ്മൾ ഇന്ന് കോടതിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന നിർണായക തീരുമാനമായിരുന്നു. ആ നിർണായക തീരുമാനം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് 2:25 കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഈ തീരുമാനം, ഉത്തരവ് പുറത്തുവിടുന്നത്. ആ വാർത്ത വന്ന്, മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന വാർത്ത വന്ന് മിനിറ്റുകൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അപ്പോൾ കോടതി വിധി കാത്തിരുന്നു എന്ന തരത്തിലാണ് ഇന്ന് രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന വിവരം കൂടി വരുന്നത്. അങ്ങനെ പുകഞ്ഞ കൊള്ളി പുറത്തായിരിക്കുകയാണ്. അല്ലെങ്കിൽ കെ മുരളീധരന്റെ ഭാഷയിൽ പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് കേവലം 2-3 മിനിറ്റുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഉണ്ടായത്. എഴുതി തയ്യാറാക്കിയ പ്രസ്താവന പുറത്തു വരാൻ അത്ര സമയം മാത്രമാണ് ഉണ്ടായത്. അതിന് പിന്നാലെ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ടും ഇക്കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് ഉണ്ടായത്. ലൈംഗിക പീഡന കേസിൽ കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുന്നു എന്ന അറിയിപ്പാണ് ഏറ്റവും ആദ്യം പുറത്തു വന്നത്. രാഹുലിന്റെ ജാമ്യ ഹർജി കോടതി തള്ളിയതിന് തൊട്ടു പിന്നാലെ നിലവിൽ സസ്പെൻഷനിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെതിരെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നത് വിശദീകരിച്ചുകൊണ്ട് പിന്നാലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കണ്ടു. മാസങ്ങളോളം നീണ്ടുനിന്ന ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിലാണ് രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോകുന്നത്. നേരത്തെ തന്നെ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു. കോൺഗ്രസ് പാർട്ടിയിൽ രണ്ടാമത്തെ പരാതി കോൺഗ്രസ് KPCC അധ്യക്ഷനെ ലഭിച്ചതിന് ശേഷം തന്നെ ഈ പുറത്താക്കൽ സംബന്ധിച്ചുള്ള വാദം ഒരു ഭാഗത്ത് വലിയ ശക്തമായി നടന്നു. അപ്പോഴും സംരക്ഷണം ഒരുക്കാൻ ചിലരുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്നലെ പാർട്ടി ഇത് സംബന്ധിച്ചുള്ള നിർണായക തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ പ്രഖ്യാപനത്തിന് വീണ്ടും കാത്തിരുന്നു. അത് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ കോടതി എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്നത് കൂടി അറിഞ്ഞിട്ട് മതി എന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് കൊണ്ടായിരുന്നു. അതിൽ ചിലർക്ക് അതിനു മുമ്പ് തന്നെ തീരുമാനം പ്രഖ്യാപിക്കണം എന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഇന്ന് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും ഒപ്പം തന്നെ
ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടി, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നടപടിയൊക്കെ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിൽ പരാതി കിട്ടിയ അടിസ്ഥാനത്തിൽ ആ ബോധ്യത്തിൽ നിന്നാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടി കോൺഗ്രസ് പാർട്ടി എടുത്തത്. KPCC അധ്യക്ഷനാണ് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ആദ്യം പറഞ്ഞത്. രാഹുൽ മാക്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വിവരം ഞാൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കിയിലായതുകൊണ്ട്, കട്ടപ്പനയായതുകൊണ്ട് ഇവിടെ മാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പിൽ നേരിട്ട് അറിയിച്ചു. രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. AICCയുടെ അനുമതിയോട്, നേരത്തെ തന്നെ അനുമതി തേടിയിരുന്നു, അനുമതി ലഭിച്ചു. അനുമതിയോടുകൂടി ഇപ്പോൾ പുറത്താക്കി. അനുമതി ലഭിക്കാനുണ്ടായ കാലതാമസമാണോ നടപടിക്രമങ്ങളുടേതായ കാലതാമസം? രാഹുൽ പാർട്ടിക്ക് കളങ്കമുണ്ടാക്കി എന്നതാണ് സണ്ണി ജോസഫ് പറയുന്നത്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന ഒരാവശ്യം കൂടി സണ്ണി ജോസഫ് മുന്നോട്ട് വെച്ചു. നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ കൃത്യമായ നിലപാട് പറയാതിരുന്ന വ്യക്തി കൂടിയാണ് KPCC അധ്യക്ഷൻ. പക്ഷേ പാർട്ടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയാണ് ചെയ്തത്. രണ്ടാമത് കിട്ടിയ പരാതി കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏറ്റവും അനുകൂലമായ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് UDF കൺവീനർ അടൂർ പ്രകാശാണ്. AI വീഡിയോ ആണ്, AI ആണ് ഈ ശബ്ദം, AI കൊണ്ടുണ്ടാക്കിയ ശബ്ദം എന്നതുൾപ്പെടെ പുറത്തുവന്ന ശബ്ദരേഖകളെ ന്യായീകരിക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് അടൂർ പ്രകാശ്. ആ അടൂർ പ്രകാശ് എന്താണ് ഈ നടപടിയെക്കുറിച്ച് പറഞ്ഞത് എന്നതുകൂടി നമുക്ക് കാണണം. ഒരു തരത്തിലും ഒരു ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ രാഹുലിനെ തള്ളി പറഞ്ഞുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് രംഗത്ത് വന്നു. രാഹുൽ MLA സ്ഥാനം രാജിവെക്കുന്നതാണ് നല്ലത് എന്നുകൂടി അടൂർ പ്രകാശ് ഇന്ന് പറഞ്ഞു. പാർട്ടിയിൽ നിന്നും ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി ഞങ്ങൾ എല്ലാവരും സ്വീകരിക്കുകയാണ്. അതോടൊപ്പം കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ യാതൊരു വെള്ളം ചേർക്കലും ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കും. MLA സ്ഥാനം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുമോ രാഹുലിനോട്? കാരണം അതൊക്കെ കഴിഞ്ഞല്ലേ. ഇനിയിപ്പോ MLA സ്ഥാനം കൈ വെച്ചോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. അല്ല, കോൺഗ്രസ് ടിക്കറ്റിലാണ്. അത് MLA സ്ഥാനം ഇനിയിപ്പോ 2-3 മാസക്കാലത്തേക്കാണുള്ളത്. ജനങ്ങൾ കൊടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. AICCയുടെ കൂടി അംഗീകാരം വാങ്ങിക്കൊണ്ടാണ് ഈ പുറത്താക്കുന്ന തീരുമാനം പ്രഖ്യാപിക്കുന്നത് എന്നത് സണ്ണി ജോസഫ് നേരത്തെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നതാണ്. AICC തീരുമാനം അംഗീകരിച്ചു എന്ന് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടി ഏറ്റവും കടുത്ത നടപടി സ്വീകരിച്ചു എന്നും ഇത് മാതൃകാപരമാണ് എന്ന് കൂടി KC വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ തന്നെ ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നതാണല്ലോ. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടിയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാര്യം പാർട്ടിയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതും അതോടൊപ്പം തന്നെ പൊതുജനങ്ങളുടെ മനസ്സിൽ പാർട്ടിക്കുള്ള ഇമേജ് നിലനിർത്തുക എന്നുള്ളതും അതിൻ്റെ വശങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണ് KPCC ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് പാർട്ടിക്കുള്ളിൽ സ്വീകരിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഒപ്പം രമേശ് ചെന്നിത്തലയും ഈ വിഷയത്തിൽ അതിശക്തമായ നിലപാടാണ് സ്വീകരിച്ചു വന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം, MLA സ്ഥാനം രാജിവെക്കണം എന്നുൾപ്പെടെയുള്ള നടപടികൾ ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിച്ച വ്യക്തികളാണ് ഇരുവരും എന്ന കാര്യം നമുക്കറിയാം. ഇന്ന് VD സതീശൻ ഈ തീരുമാനം വന്നതിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞത് ഇന്നലെ തന്നെ ഈ ഒരു തീരുമാനം എടുത്തിരുന്നു. അത് രണ്ടാമത് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ്, പാർട്ടി അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നതാണ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. ആദ്യം പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങളത് പരിശോധിച്ചു. ഞങ്ങളെല്ലാവരും ചേർന്ന് ഏകകണ്ഠമായൊരു തീരുമാനമെടുത്തു, സസ്പെൻഡ് ചെയ്യാം. അന്ന് ആ തീരുമാനമായിരുന്നു ശരി. രണ്ടാമതൊരു പരാതി കൂടി KPCC പ്രസിഡന്റ് വന്നു. ആ പരാതി വന്നപ്പോഴും ഞങ്ങൾ അതിനെക്കുറിച്ച്
മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ അപ്പം തന്നെ പാർട്ടിയുടെ മുഴുവൻ നേതാക്കളും കൂടി ഏകകണ്ഠമായ ഒരു തീരുമാനമെടുത്തു, പുറത്താക്കാൻ തീരുമാനമെടുത്തു. ഇന്ന് പ്രഖ്യാപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് ഇന്നലെ തന്നെ ആ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നലെ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പരാതി പരിശോധിച്ച് തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എല്ലാവരും ചേർന്ന് ഏകാന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി പ്രഖ്യാപിക്കുന്നു, ഇന്ന് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. തീരുമാനം എടുത്ത് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഞാൻ എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇതുപോലത്തെ ഒരു ഗൗരവതരമായ കേസ് വന്നപ്പോൾ അത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കാതെ, കൊടപിടിച്ചു കൊടുക്കാൻ ശ്രമിക്കാതെ, ഒരു പ്രസിഡന്റിന് പരാതി കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്യുകയും ഒക്കെ ചെയ്യും. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് രാഹുൽ മാങ്കൂട്ടറുമായി ബന്ധപ്പെട്ടുണ്ടായത്. അന്ന് ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ ഇന്ത്യക്ക് പുറത്തായിരുന്നു. അന്ന് തന്നെ ഞാൻ ആവശ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ പുറത്താക്കണം. എൻ്റെ നിലപാട് അന്ന് KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു കോൺഗ്രസിന്റെ ജനപ്രതിനിധിക്ക് ചേരാത്ത നിലയിലുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. അതേ തുടർന്ന് ധാരാളം സൈബർ ആക്രമണങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നു. അതൊന്നും ഒരു വിഷയമല്ല. ഇപ്പൊ ഞാൻ അന്നെടുത്ത നിലപാട് ശരിയാണെന്ന് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നു. അപ്പൊ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഏറ്റവും മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കാത്ത ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി അവർക്കെടുക്കാൻ കഴിയുന്ന എല്ലാ തീരുമാനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് എടുത്തിരിക്കുന്നു. അത് രാജ്യത്ത് ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത കീഴ്വഴക്കമാണ് എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പറയുന്നത്. മാതൃകാപരമായ തീരുമാനം ഈ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലെ അവകാശവാദം. നമുക്കറിയാം, ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ ആദ്യഘട്ടം നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയം ഉണ്ടാകുന്നത്. അവരെ അങ്ങേയറ്റം പ്രതിരോധത്തിലാക്കുന്നത്, കോടതി മുൻകൂർ ജാമ്യം പോലും നിഷേധിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. 8 ദിവസമായി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ഒരു MLA ഒളിവിൽ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പാർട്ടിക്കുണ്ടാക്കിയ ഡാമേജ് വളരെ വലുതാണ് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾ ഈ നിലപാടിലേക്ക് എത്തിയത്. വനിതാ നേതാക്കളടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധമുയർത്തുന്ന സാഹചര്യത്തിൽ കൂടി മറ്റൊരു സാധ്യതയും ഇല്ലാത്ത ഘട്ടത്തിലാണ് കോൺഗ്രസ് പാർട്ടി ഈ അറ്റകൈ പ്രയോഗത്തിന് നടപടിക്ക് നിർബന്ധിതമായിരിക്കുന്നത്. എന്തായാലും അത് മാതൃകാപരമായ നടപടിയാണ്, അത് മാതൃകയാണ് എന്ന അവകാശവാദം കോൺഗ്രസ് പാർട്ടി ഉന്നയിക്കുകയും ചെയ്യുന്നു. മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലേക്ക് കൂടി നമുക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ഞാൻ ഈ ഇടവേളയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ ഒന്ന് പോകുമ്പോൾ ട്രോളുകൾ കൊണ്ട് നിറയുകയാണ്. കോഴിയും മറ്റുമൊക്കെ ഇങ്ങനെ നിറഞ്ഞാടുകയാണ്. ഓരോരുത്തരും ഈ സന്തോഷം ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടി ഒരു ഭാഗത്ത് വലിയ രീതിയിൽ ആഘോഷിക്കുന്നു. കാരണം ഒരു യുവതി ഒരു പരാതിയുമായി വരുന്നു, അവരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അടച്ചാക്ഷേപിച്ചുകൊണ്ട്, അവരെ അനുകൂലിച്ച് വരുന്നവരെ ആക്ഷേപിച്ചുകൊണ്ട് എല്ലാം അങ്ങ് സ്വന്തം വരുതിയിലാക്കാം എന്ന വലിയ മൂഢ സ്വർഗത്തിലിരുന്ന് അങ്ങനെയൊക്കെ ചിന്തിച്ചവർക്ക് ഏറ്റ നല്ല തിരിച്ചടിയുടെ ദിവസമാണ്. അത് ആഘോഷിക്കട്ടെ, അങ്ങനെ ആഘോഷിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. ഇതെല്ലാവർക്കുമുള്ള ഒരു പാഠമാണ്, സന്ദേശമാണ്. ഈ രീതിയിൽ പോകുന്നവർക്കുള്ള ഒരു വലിയ സന്ദേശമായി തന്നെ ഇത് നമുക്ക് മുന്നിൽ നിൽക്കട്ടെ. നമുക്ക് എവിടെ മുതലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പതനം ആരംഭിക്കുന്നത് എന്നത് ഒന്ന് നോക്കാം. ഈ ഓഗസ്റ്റ് 20 റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന നടി പേര് പറയാതെ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ആ ഓഗസ്റ്റ് 20 ആരോപണം വരുന്നു. പേര് പറഞ്ഞിട്ടില്ല, ചില സൂചനകൾ മാത്രമാണ് റിനി പറയുന്നത്. അത് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു എന്ന് പറയുന്നു. പാർട്ടി നേതൃത്വത്തിൽ നിന്ന് അനുകൂല നിലപാടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ആരോപണം വരുന്നു. ഓഗസ്റ്റ് 21 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വരികയാണ്. ഓഗസ്റ്റ് 23 ആയപ്പോൾ ആദ്യ ഓഡിയോ പുറത്തു വരുന്നു. ഈ പെൺകുട്ടിയുമായുള്ള ആദ്യ ഓഡിയോ പുറത്തു വരികയാണ്. ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതുൾപ്പെടെയുള്ള കണ്ടന്റ് ആയിരുന്നു ആ ഓഡിയോയിൽ ഉണ്ടായിരുന്നത്.
25-ന് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സസ്പെൻഡ് ചെയ്യുന്നു. ഓഗസ്റ്റ് 27-ന് ക്രൈംബ്രാഞ്ച് സ്വമേധയാ ഈ വിഷയങ്ങളിൽ ഒരു കേസെടുക്കുകയാണ്. അപ്പോൾ ഒന്നിലധികം സ്ത്രീകളുടെ ശബ്ദ സംഭാഷണങ്ങൾ, ഒപ്പം തന്നെ ഈ വാട്സപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ, മറ്റു പലരുടെയും വെളിപ്പെടുത്തലുകൾ എന്നിവ ഓൾറെഡി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു കഴിഞ്ഞിരുന്നു. അങ്ങനെയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുക്കുന്നത്. ഈ ക്രൈംബ്രാഞ്ച് കേസെടുത്തതെങ്കിലും ആരും രേഖാമൂലം പരാതി നൽകാൻ തയ്യാറാകാതിരുന്നതോടുകൂടി തന്നെ ഈ അന്വേഷണം വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ ശേഖരിച്ചുവെങ്കിലും ആദ്യം ആരും മൊഴി നൽകാൻ തയ്യാറായിട്ടില്ല, പരാതി എഴുതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നൊരു സാഹചര്യത്തിൽ അന്വേഷണം വഴിമുട്ടുകയാണ്. അപ്പോൾ പതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവരുടെ സൈബർ വിങ്ങുകൾ ഈ ആരോപണം ഉന്നയിച്ചവരെ, അതിന് ഒപ്പം നിന്നവരെ ഒക്കെ വേട്ടയാടൽ വലിയ രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകാൻ ഒരുങ്ങുന്നു. സെപ്റ്റംബർ 15-ന് നിയമസഭയിൽ സ്വന്തം പാർട്ടിയെയും നേതാക്കളെയും വെല്ലുവിളിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവ് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരവതാനി വിധിച്ച് സ്വീകരിക്കുന്നത് കാണുകയാണ് കേരളം. നവംബർ 20 രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും ഊർജം സംഭരിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകാൻ തീരുമാനിക്കുന്നു. പാലക്കാടേക്ക് പോകുന്നു. അതും പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഇതിനോടകം പാർട്ടിക്കുള്ളിൽ ശക്തമായ നിലപാടെടുത്ത നേതാക്കൾ ഉൾപ്പെടെ സമൂഹ മാധ്യമത്തിൽ അപഹസിക്കപ്പെടുകയാണ്, വേട്ടയാടപ്പെടുകയാണ്. കേക്കച്ചൻ എന്നൊക്കെ പേര് പറഞ്ഞ് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവരെ സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ ആക്രമിക്കുന്നു. അതിനൊപ്പം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുന്നു. നവംബർ 24-ന് വീണ്ടും ഒരു ശബ്ദ സന്ദേശം പുറത്തുവരികയാണ്. പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതുമൊക്കെ അടങ്ങിയ ഒരു ശബ്ദ സന്ദേശം വീണ്ടും പുറത്തു വരികയാണ്. നവംബർ 27-ന് ഈ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ, ഗർഭം ധരിക്കാൻ പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നതൊക്കെ ഉൾപ്പെടുന്ന വാട്സപ്പ് സന്ദേശവും ശബ്ദവും പുറത്തു വന്നതിന് പിന്നാലെ പെൺകുട്ടി നവംബർ 27-ന് മുഖ്യമന്ത്രിയെ കണ്ട് പരാതി നൽകുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട് പെൺകുട്ടി പരാതി നൽകുമ്പോൾ പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അന്ന് അവിടെ നിന്ന് മുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇതുവരെ പൊങ്ങിയിട്ടില്ല. ഡിസംബർ 2-ന് വീണ്ടും ഒരു പരാതി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നു. അത് KPCC അധ്യക്ഷനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒരേ സമയം അയച്ച പരാതിയാണ്. പേര് വെളിപ്പെടുത്താത്ത പെൺകുട്ടിയുടെ പരാതിയാണ്. അതൊരു ബലാത്സംഗ പരാതിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നതാണ് ആ പരാതിയുടെ ഉള്ളടക്കം. ആ പരാതിയും വരുന്നു. പക്ഷേ മുങ്ങിയ രാഹുൽ പൊങ്ങിയില്ല. സത്യം ജയിക്കും എന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രതികരണം ഇതിനോടകം സമൂഹ മാധ്യമത്തിൽ വന്നിട്ടുള്ളത്. തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഭയം വേണ്ട എന്ന് ഡയലോഗ് അടിച്ച് അന്ന് മുങ്ങിയ രാഹുൽ ഇപ്പോഴും എവിടെയാണ് എന്നത് വ്യക്തമല്ല. 8-ാം ദിവസമാണ് ഇന്ന്. ഒരു നിയമ സംവിധാനത്തിന് മുന്നിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിട്ടില്ല. പല നേതാക്കന്മാരെയും, മറ്റ് പാർട്ടികളിലെ സമാനമായ കേസുകളിൽപ്പെട്ട നേതാക്കളെ, മറ്റ് ആരോപണങ്ങൾ നേരിടുന്നവരെ ഒക്കെ വലിയ ധാർമ്മികത പഠിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ധാർമ്മികതയുടെ പുറത്താണ് 8 ദിവസമായി ഒളിവിൽ കഴിയുന്നതെന്ന് വ്യക്തമല്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ 8-ാം ദിവസവും പിടിതരുന്നില്ല, ഒളിവിൽ കഴിയുകയാണ്. പാലക്കാട് ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA ആണ്. കാല് കുത്തി നടക്കാൻ കഴിയുമെങ്കിൽ പാലക്കാട് തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടി അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഡയലോഗ് അടിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ബോധ്യം വന്നു തുടങ്ങിയിട്ടുണ്ടാകും. എന്തായാലും അതിജീവിത ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസായി അതിജീവിതയുടെ ആദ്യ പ്രതികരണം വരുന്നത് സത്യം ജയിക്കുമെന്നതാണ്. സത്യമേവ ജയതേ എന്നതാണ് പെൺകുട്ടിയുടെ ആ പ്രതികരണം, അതിജീവിതയുടെ ആദ്യ പ്രതികരണം. അത് യഥാർത്ഥ സത്യം തനിക്കൊപ്പമാണ് എന്നതിൻ്റെ സന്ദേശം കൂടിയാണ് ആ പെൺകുട്ടി നൽകുന്നത്. മറ്റൊരു പെൺകുട്ടി, ഈ അതിജീവിതമാർക്ക് മുന്നോട്ട് വരാൻ പാത വെട്ടിയത് റിനി ആൻ ജോർജ് എന്ന നടിയാണ്. ആദ്യം മുന്നോട്ട് വന്ന് തനിക്ക് ഉണ്ടായ മോശം അനുഭവം പേര് പറയാതെ എങ്കിലും പറയാൻ ധൈര്യം കാട്ടിയത് റിനി ആൻ ജോർജ് ആണ്. ആ റിനി ആൻ ജോർജ് അത്തരമൊരു കാര്യം പുറത്തു പറഞ്ഞതിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ട വ്യക്തിയാണ്. റിനി ആൻ ജോർജ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ മാധ്യമങ്ങളെ കണ്ടു, സംസാരിച്ചു. ഒരു നീതി ലഭിക്കുന്നതിന്റെ തുടക്കമാണ് ഇതെന്നാണ് റിനി ആൻ ജോർജ് പറഞ്ഞത്. മാത്രവുമല്ല,
കൂടുതൽ പരാതിക്കാരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ ചവിട്ടിയരച്ച മറ്റു പെൺകുട്ടികൾ ഉണ്ട്. അവർ കൂടി പുറത്തേക്ക് വരണം, അവർ കൂടി പരാതി നൽകാൻ തയ്യാറാകണം എന്നതുകൂടി റിനി ആവശ്യപ്പെടുന്നു. എന്റെ അറിവിൽ അതിജീവിതകൾ ഇനിയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ പരാതിയുമായി അവർ എത്രത്തോളം വരും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. അതെല്ലാം ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അവരെടുക്കുന്ന തീരുമാനമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിജീവിതകൾക്ക് ധൈര്യമായി മുന്നോട്ട് വരാനുള്ള ഒരു സാധ്യത ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. കാരണം അവർക്ക് നേരെ, അതിജീവിതകൾക്ക് നേരെ സൈബർ അറ്റാക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് ഇനി ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാം. കാരണം അക്കാര്യത്തിലും നല്ലൊരു നടപടി ഇവിടെ പോലീസും കോടതിയും എല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള സൈബർ അറ്റാക്കിനെ ഒന്നും ഭയക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്നത് ഓരോരുത്തരും അവർ നേരിടുന്ന പ്രശ്നത്തിന് കൃത്യമായ ഒരു നീതി കണ്ടെത്തണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നല്ല പോലെ ഒരുങ്ങിയിട്ടുണ്ട്. ഇതിലൊരു സത്യമുണ്ട് എന്ന് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിജീവിതകൾ എല്ലാവരും തന്നെ മുന്നോട്ട് വരണം. പിന്നെ അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. എന്നാൽ പോലും എന്റെ അഭിപ്രായം, വ്യക്തിപരമായ അഭിപ്രായം, പ്രത്യേകിച്ചും ശാരീരിക ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നേരിട്ടിരിക്കുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മുന്നിൽ വന്ന് ഈ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യണം എന്ന് തന്നെയാണ്. ഇതാണ് റിനി ആൻ ജോർജിന് പറയാനുള്ളത്. സത്യത്തിന്റെ വിജയം എന്നതാണ് റിനി പറയുന്നത്. കൂടുതൽ പേർ ഈ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരുണ്ട്, അവർ കൂടി മുന്നോട്ട് വരണമെന്ന് റിനി പറയുന്നു. ഈ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോൺഗ്രസ് പാർട്ടിയിൽ ഈ ദുരനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ചവരെ അറിയുന്ന, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ കാപഠ്യം അറിയുന്ന മുതിർന്ന വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. അവരെയൊക്കെ സൈബർ ആക്രമണം നടത്തി നിശബ്ദരാക്കാൻ രാഹുലിന്റെ കൂട്ടങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അവരുടെ കൂടി വിജയമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ആദ്യ വിജയം എന്ന് തന്നെ പറയാം. പാർട്ടിയിൽ ആരുമല്ലാതായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുമ്പോൾ രാഹുലിന്റെ ഭീഷണിക്ക് മുന്നിൽ, അല്ലെങ്കിൽ രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ ഭീഷണിക്ക് മുന്നിൽ വായടച്ചിരിക്കേണ്ടി വന്ന വനിതാ നേതാക്കളുടെ കൂടി വിജയമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അവരുടെ കൂടി പോരാട്ടത്തിന്റെ വിജയം എന്ന് തന്നെ പറയാം. ഷാനിമോൾ ഉസ്മാന്റെ പ്രതികരണത്തിലേക്ക്. തീർച്ചയായിട്ടും KPCC എടുത്ത തീരുമാനത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയാത്ത തരത്തിൽ ശക്തമായ നിലപാട് തുടക്കം മുതൽ തന്നെ കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു വലിയ വിഷയം പുറത്തു വന്നപ്പോൾ തന്നെ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെ KPCCയുടെ അതുപോലെ തന്നെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി. അതിനുശേഷം സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി. അതിനുശേഷം വീണ്ടും പരാതി വന്നപ്പോൾ ആ പരാതി നേരെ DGPക്ക് കൈമാറിയതും KPCC ആണ്. അതിൻ്റേതായ നടപടിക്രമങ്ങളിലൂടെ തന്നെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാറ്റിയ മറ്റു മാതൃകകൾ കേരളത്തിൽ ഇല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മിക്കണം. CPMന്റെ ഏതെങ്കിലും വനിതാ പ്രതിനിധിയെ ഇത്തരം വിഷയങ്ങളിൽ ഇതുപോലെ നിങ്ങൾ മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്നത് പോലെ ചോദ്യം ചെയ്യാനോ അവരുടെ മറുപടി പറയാനോ ഒരു അവസരം കേരളത്തിലെ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ ലൈബ്രറിയിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം. ഞങ്ങളൊക്കെ പാർട്ടിക്കകത്ത് അഭിപ്രായം പറയും, പാർട്ടിക്ക് പുറത്ത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ മൈക്ക് കൂടി പറയേണ്ട ഒരു കാര്യം മാത്രമല്ല, സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. എന്തായാലും വനിതാ നേതാക്കൾക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്ന നടപടി കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. അവർക്ക് പാർട്ടിക്കുള്ളിൽ അവർ പറഞ്ഞ ഇടത്തേക്ക് തീരുമാനങ്ങൾ എത്തിയതിലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷം തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി വെറുപ്പിച്ചിരിക്കുന്നത് വലിയ ഒരു സമൂഹത്തെ തന്നെയാണ്, സ്ത്രീകളെ. ഒപ്പം തന്നെ ചാനൽ ചർച്ചകളിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നത്. ചാനൽ ചർച്ചകളിലും അസാധ്യ വെറുപ്പിക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഏറ്റവും എടോ പിണറായി വിജയ എന്ന് മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തതൊക്കെ CPMനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നും ശത്രുപക്ഷത്ത് നിർത്താൻ അവർക്ക് നിരവധി കാരണങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ വാഹന പരിശോധന നടക്കുമ്പോൾ പോലീസുകാരനോട് നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാമെന്ന ഭീഷണി മുഴക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ നമ്മൾ കണ്ടു. അങ്ങനെ എല്ലാ തരത്തിലും അഹങ്കാരം തലയ്ക്ക് പിടിച്ച അധികാരം എന്നത് എന്ത് വൃത്തികേടും കാണിക്കാനുള്ള ലൈസൻസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച രാഹുലിന്റെ ഈ പതനം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയാണ്. വഞ്ചിയൂരിൽ CPM പ്രവർത്തകർ ലഡു വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചുമാണ്
രാഹുലിന്റെ ഈ വീഴ്ച ആഘോഷിച്ചത്. സ്വതന്ത്രമായി ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും എല്ലാവർക്കും സ്ത്രീകൾക്കടക്കം പ്രത്യേകം പ്രവർത്തിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. എംഎൽഎ സ്ഥാനം രാജിവെച്ച് പോപുറത്ത് മാങ്കൂട്ടമേ രാജിവെച്ച് പോപുറത്ത് നാട്ടുകോഴി മാങ്കൂട്ടമേ രാജിവെച്ച് അപ്പോ വലിയ രീതിയിലൊരു ആഘോഷം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അവരോട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് എം മുകേഷിൻ ഉൾപ്പെടെ ഉള്ളവർ ഈ ആരോപണങ്ങൾ നേരിടുമ്പോൾ എന്ത് നടപടിയെടുത്തു എന്നതാണ്. സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഉൾപ്പെടെ അറസ്റ്റിലായ നേതാക്കൾക്കെതിരെ എന്ത് നടപടിയെടുത്തു തുടങ്ങിയ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. രാജ്യത്ത് ഒരു പാർട്ടിയും സ്വീകരിക്കാത്ത മാതൃകാപരമായ നിലപാടാണ് തങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് CPM-നെയും മറ്റു പാർട്ടികളെയും ചോദ്യശരങ്ങളാൽ നേരിടുകയാണ് കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ. വി ഡി സതീശന്റെ പ്രതികരണത്തിലേക്ക്. AKG സെന്ററിലെ പൊടി പിടിച്ച് മാറാല പിടിച്ച് ഒരുപാട് പരാതികൾ കിടക്കുന്നുണ്ട്. ഇതൊരു മാതൃകയാക്കി ഇനിയെങ്കിലും ആ മാറാലയും പൊടിയൊക്കെ തുടച്ച് അത് പോലീസിലേക്ക് ഫോർവേഡ് ചെയ്താൽ നന്നായിരിക്കും. ഞങ്ങളെ ഉപദേശിക്കാൻ വേണ്ടിയിട്ട് കുറേ പേര് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അവരോടാണ് എൻ്റെ വിനീതമായ റിക്വസ്റ്റ്. അതാണ് AKG സെന്ററിലും മുഖ്യമന്ത്രിയുടെ പക്കലുമൊക്കെ ഇരിക്കുന്ന മാറാല പിടിച്ച പൊടി പിടിച്ച ഒരുപാട് ഇതുപോലത്തെ പരാതികൾ ഞങ്ങൾ 1 മണിക്കൂർ പോലും വെച്ചുകൊണ്ടിരുന്നില്ലല്ലോ KPCC പ്രസിഡന്റ്. ഇതാണ് കോൺഗ്രസിന് ഇനി ചോദിക്കാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇത് ശക്തമായി അവർ ചോദിച്ചുകൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റൊരു സാധ്യതയും ഇല്ലാത്തപ്പോഴാണെങ്കിൽ പോലും വലിയ ശക്തമായ നടപടി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് സമയബന്ധിതമായി തന്നെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഒരു മാതൃക സൃഷ്ടിക്കലായി അവർ അവകാശപ്പെടുന്നു. വരും ദിവസങ്ങളിലും ഈ ചോദ്യം CPM-നോട് ചോദിക്കും. അത് CPM-നെ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത്, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിലേക്കാണ്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് അറസ്റ്റ് വൈകുന്നു എങ്കിൽ അത് ഉത്തരം പറയേണ്ടത് സർക്കാരാണ്, അന്വേഷണ ഏജൻസികളാണ് എന്നതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത്. തങ്ങൾ ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു, എന്തുകൊണ്ട് അറസ്റ്റ് ഉണ്ടാകുന്നില്ല? വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ചോദിക്കുന്നത് പെൺകുട്ടി പരാതി നൽകുമ്പോൾ തന്നെ പരാതി നൽകാൻ വരുന്നതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു പരാതി വരുന്നുണ്ട് എന്ന കാര്യം സർക്കാരിന് അറിയാമായിരുന്നു. അങ്ങനെ ബോധ്യമുള്ള സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാൻ സാഹചര്യം എങ്ങനെ ഉണ്ടാക്കി എന്ന ഒരു ചോദ്യമാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് 8ാം ദിവസമാണ്. ഒരു പരാതി ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അന്വേഷണ സംഘം ഈ 8 ദിവസം ഒരു പരാതി കയ്യിൽ വന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു അറസ്റ്റിലേക്ക് പോലും നീങ്ങിയിട്ടില്ല എന്നൊരു സാഹചര്യം. മുൻകൂർ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ടിട്ട് ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിടുന്നു, ഇപ്പോഴും ഒരു അറസ്റ്റ് ഉണ്ടാകുന്നില്ല. അപ്പോൾ അന്വേഷണ സംഘം എന്ത് ചെയ്യുകയായിരുന്നു എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഇവിടെ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഉണ്ടാകില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീക്കം. ഈ സാഹചര്യങ്ങളിൽ ഇനി എന്ത് സംഭവിക്കുമെന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കൊപ്പം TG സജിത്ത് കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ്. സജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇതുവരെ ഒരു അറസ്റ്റും ഉണ്ടായിട്ടില്ല. അറസ്റ്റ് വൈകുന്നെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഇത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രം ആണ് CPM ഈ വിഷയം സജീവമാക്കി നിർത്തുന്നത് എന്നതാണ് കോൺഗ്രസ് ആവർത്തിച്ച് പറയുന്നത്. ഇനി ഈ വിഷയത്തെ ഇതുപോലെ CPM-ന് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ? കോൺഗ്രസ് പാർട്ടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നടപടികൾ ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ആ ഘട്ടത്തിൽ ഇനി ഒരു അറസ്റ്റ് വൈകുന്നെങ്കിൽ അത് രാഷ്ട്രീയമായി ബാധിക്കാൻ പോകുന്നത് ആരെയാണ്? രേണുക, പ്രസക്തമാണ് ആ വിഷയം. അതായത് ഇനി അറസ്റ്റ് വൈകിയാൽ സ്വാഭാവികമായും സംസ്ഥാന പോലീസ് ഉത്തരവാദിത്തം പറയേണ്ടി വരും. കാരണം ഇതുവരെ അറസ്റ്റ് ചെയ്യാതിരുന്നതിന് ചില കാരണങ്ങൾ നിരത്താം. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണനയിലാണ്. ഇപ്പോൾ എന്തായാലും ഹർജിയിൽ തീരുമാനം വന്നിരിക്കുന്നു. ഇനി ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അതുവരെയും കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ സ്വാഭാവികമായും പോലീസിന് ഉത്തരം പറയേണ്ടി വരും. പോലീസ് എന്തായാലും രാഹുലിനെ കണ്ടെത്തേണ്ടി വരും. സംസ്ഥാനത്തെ സുസജ്ജമായ വലിയൊരു പോലീസ് സേനയ്ക്ക് ഒരു MLA ഒളിവിൽ പോയിട്ട് എന്തുകൊണ്ട്
നടത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അതുകൊണ്ട് പോലീസിനും ഇത് ഇനിയുള്ളത് അഭിമാന നിമിഷങ്ങളാണ്. ആ മണിക്കൂറുകളിൽ ഒരു നിർണായക നീക്കം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പോലീസിന്റെ റഡാറിൽ രാഹുൽ ഉണ്ട് എന്നതാണ് രാവിലെയൊക്കെ പുറത്തു വന്ന വാർത്ത. അത് ശരിയെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ രാഹുൽ കീഴടങ്ങേണ്ടി വരും. എന്തായാലും രാഹുലിന്റെ കീഴടങ്ങൽ ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് പോലീസ് വീഴ്ചയായി തന്നെ വ്യാഖ്യാനിക്കും. ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം പരാമർശിച്ചു പോകുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നു പോലീസ് ബോധപൂർവമായി അറസ്റ്റ് ചെയ്യാത്തതാണ്. അതായത് കോൺഗ്രസിലെ മറ്റ് ശബ്ദങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു വാക്കാണിത്. കാരണം പോലീസിന്റെ പരാജയമാണ് അറസ്റ്റ് ചെയ്യാത്തതിന് കാരണം എന്ന് മറ്റുള്ളവർ പറയുമ്പോൾ വി.ഡി. സതീശൻ പറയുന്നത് അത് പോലീസിന്റെ ബോധപൂർവമായ നീക്കമാണ്. കാരണം ഈ രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ പോലീസ് ബോധപൂർവമായി അങ്ങനെ ഒരു സെറ്റ് ഉണ്ടാക്കുന്നതാണ്. അതായത് രാഹുൽ ഒളിവിൽ എന്ന ചർച്ചകൾ നിലനിൽക്കുന്നു, പോലീസ് സെർച്ചിങ് നടക്കുന്നു, പോലീസിനെ കബളിപ്പിച്ച് കഴിയുന്നു, അങ്ങനെ ബോധപൂർവമായൊരു തന്ത്രം പയറ്റുന്നു എന്നതാണ് രമേശ് ചെന്നിത്തല വി.ഡി. സതീശൻ അതിനകത്ത് കാണുന്ന രാഷ്ട്രീയം. ഒരുപക്ഷെ അത് രാഷ്ട്രീയ ആക്ഷേപമല്ല എന്ന് തെളിയിക്കപ്പെടാനെങ്കിലും പോലീസിന് രാഹുലിനെ കണ്ടെത്തേണ്ടി വരും, അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഒപ്പം രാഹുലിന് ഒളിവിൽ ആരൊക്കെ സഹായം ചെയ്തു എന്ന കണ്ടെത്തൽ കൂടി ഒരുപക്ഷെ പോലീസ് കടക്കാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയെങ്കിൽ നാളെ മുതൽ വരാൻ പോകുന്ന ഒരു വാർത്തയും അതുതന്നെയാണ്. കർണാടകയിൽ ഒളിവിൽ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ സഹായങ്ങൾ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളൊക്കെ ചെയ്തു. ഇതൊരു ആക്ഷേപമാണ്. ആക്ഷേപത്തിനപ്പുറം അതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് തെളിയിക്കുക കൂടി വേണ്ടിവരും. എന്തായാലും രേണുക സൂചിപ്പിച്ചതുപോലെ ഇനി അറസ്റ്റ് വൈകിയാൽ അത് പോലീസിന്റെ വീഴ്ചയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടും. കാരണം മറ്റു തടസ്സങ്ങളൊന്നും നിലവിലില്ല. തീർച്ചയായും അതിനൊപ്പം തന്നെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ. പക്ഷേ കോൺഗ്രസ് ടിക്കറ്റിൽ പാലക്കാട് മത്സരിച്ച് പാലക്കാട് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി MLA സ്ഥാനത്ത് തുടരുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായി ഉയരുന്നു. ഈ ചോദ്യം ആവർത്തിച്ച് കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായി യാതൊരു ബന്ധവും ഇല്ല എന്ന കാര്യമാണ് അവർ പറയുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് അടൂർ പ്രകാശും സണ്ണി ജോസഫും മറ്റ് നേതാക്കളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ തീരുമാനമെടുക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ആ ഒരു ധാർമ്മികത രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിക്കുമോ ഇല്ലയോ എന്നതാണ് നമുക്കറിയേണ്ടത്. ടി ജി സജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ തൊലിക്കട്ടി എത്ര വലുതാണ് എന്നത് നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞു. ലൈംഗിക പീഡന പരാതി വന്നതിന് ശേഷം അത്തരം ആരോപണങ്ങൾ നേരിടുമ്പോൾ ഹൂ കേസ് എന്ന് ഇളിഭ്യനായി ചോദിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമ്മൾ കണ്ടതാണ്. അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കരുതുന്നതെങ്കിലും ഇളിഭ്യനാണ് എന്ന് ഞാൻ മനഃപൂർവ്വം തന്നെ പ്രയോഗിച്ചതാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഓരോ വിഷയം വരുമ്പോഴും പാർട്ടിയുടെ വിലക്ക് പോലും ലംഘിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും മാധ്യമപ്രവർത്തകരെ ചോദ്യം ചോദിച്ച് മാധ്യമപ്രവർത്തനം പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ പാർട്ടി വിലക്കിയിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ സജീവമാകുന്നു, പാർട്ടിയെ വരുതിക്ക് നിർത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. കാലുകുത്തി ആകുമെങ്കിൽ താൻ വോട്ട് പിടിക്കുമെന്ന പഞ്ച് ഡയലോഗ് അടിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്രയും തൊലിക്കട്ടിയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ MLA സ്ഥാനം സ്വമേധയാ രാജിവെക്കുമോ? അങ്ങനെ നമുക്ക് കരുതാമോ? അങ്ങനെ കരുതണോ എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും രാഹുലിന്റെ ഇപ്പോഴത്തെ മനോനില അനുസരിച്ചിരിക്കും. എന്തായാലും രേണുക, നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ചെറിയ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി നടത്താം. പുതിയ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹായിയും, അതായത് മുഖ്യ സഹായിയും ഒപ്പം തന്നെ ഡ്രൈവറും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എന്ന വിവരം. ഇവർ പോലീസിന് നൽകിയ ആദ്യ മൊഴി അനുസരിച്ച് രാഹുൽ എവിടെ എന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന മൊഴിയാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ ഇവരുടെ സഹായത്തിലില്ലാതെയാണ് ഇപ്പോൾ ഒളിവിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അങ്ങനെയെങ്കിൽ രാഹുൽ എവിടെയെന്ന ചോദ്യം കൂടിയുണ്ട്. ഏതായാലും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പോലീസിന് ഇനിയുള്ള നിമിഷങ്ങൾ അവരുടെ അഭിമാനത്തിന്റെ കൂടി പ്രശ്നമാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള നീക്കത്തിലേക്ക് അവർ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് സജിത്ത് കൈമാറിയത്. ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിലായ വിവരം ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ, അതുപോലെ KPCCയെ അടക്കി ആക്ഷേപിച്ച കുറെ പേരുണ്ട്. വെട്ടുക്കിളികൾ, അവന്മാർക്കും വെട്ട് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വെട്ടുക്കിളികളുടെ ഇത്തരം നടപടികൾ ഇനി ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാനാവില്ല. കോൺഗ്രസിനൊരു പാരമ്പര്യമുണ്ട്, പൈതൃകമുണ്ട്. ആ പാരമ്പര്യവും പൈതൃകവും നശിപ്പിച്ചുകൊണ്ട് ഈ വെട്ടുക്കിളികൾ കോൺഗ്രസ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതിന് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം, ഇട്ടേ മതിയാവൂ. ഇല്ലെങ്കിൽ കോൺഗ്രസിന് വീണ്ടും വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് വെട്ടുക്കിളികളെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യാൻ കൂടി നേതൃത്വം തയ്യാറാകണം. തയ്യാറായില്ലെങ്കിൽ നമുക്ക് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ വില ഇനിയും കൊടുക്കേണ്ടി വരും. എന്തായാലും
ഈ അധ്യായം ഇവിടെ അവസാനിപ്പിക്കാം നമുക്ക്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ നമുക്കുണ്ട്. ഇന്നലെ തന്നെ രാജ്യസഭയിൽ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാൻ എന്താ അദ്ദേഹം പറഞ്ഞത്? PM ശ്രീയിൽ ഒപ്പിടാൻ ഒരു പവർ ബ്രോക്കർ ഉണ്ടായിരുന്നു, ഒരു ഇടനിലക്കാരനുണ്ടായിരുന്നു. അപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണല്ലോ PM ശ്രീ. അത് വിദ്യാഭ്യാസത്തെ കാവ്യവൽക്കരിക്കാനുള്ള നടപടിയാണല്ലോ. LDF അറിയാതെ സൈബർ ആക്രമണത്തിന്റെ ഏറ്റവും അവസാനത്തെ ഇരയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയെ പ്രകോപിപ്പിച്ച് ഇരന്നു വാങ്ങിയതാണ് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമത്തിൽ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അവസരം വെട്ടുകിളികൾക്കെതിരെ അതിശക്തമായി ഉപയോഗിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അവരെ വെട്ടി നിരത്തിയിരിക്കുന്നു. അവർക്ക് കൂടി കിട്ടിയ വെട്ടാണ്. ഇനി അവർ പൊന്തി വരാത്ത വിധത്തിലുള്ള നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് നേതൃത്വത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ. എന്തായാലും ഇതാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ അവസ്ഥ. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അവർ രാഹുലുമായിട്ടുള്ള എല്ലാ വിധത്തിലുമുള്ള ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ബംഗളൂരുവിലെ സുള്ളിയ എന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്നു. ഏതോ അതിർത്തി പ്രദേശങ്ങളിൽ ഉൾക്കാടുകളിലാണ് എന്നൊക്കെ പറയുന്നു. പല വിധത്തിലുള്ള അഭ്യൂഹങ്ങൾ ഉണ്ട്. പോലീസ് ലക്ഷ്യമിട്ടിട്ടുണ്ട്, വളഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയുള്ള വാർത്തകളും വരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഒരു അറസ്റ്റിന്റെ വാർത്ത നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഒളിസങ്കേതത്തിൽ ഇരുന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. ഹൈക്കോടതിയെ സമീപിക്കുന്നു രാഹുലിന്റെ അഭിഭാഷകൻ എന്ന വിവരമാണ് വരുന്നത്. ഒരു അറസ്റ്റ് ഒഴിവാക്കാനുള്ള എല്ലാ സാധ്യതയും നിയമപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ തേടുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു വലിയ തലവേദനയായി മാറിയിരിക്കുന്നു. അത് ഒരു പരിധിവരെ ഈ നടപടികളിലൂടെ ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതേസമയം അറസ്റ്റ് ഉണ്ടാകുമോ, MLA സ്ഥാനം ഉൾപ്പെടെ രാജിവെക്കുന്നോ എന്നതൊക്കെ വളരെ പ്രധാനമാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വിശദമായ വാർത്തകൾ ലൈവ് at 6 കാണാം.